ഹലോ ഫ്രണ്ട്സ്, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രധാന സ്റ്റെപ്സുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻറ്ററി. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ഡൺ മെയിൻലി ടു അവോയ്ഡ് ഓവർ സ്റ്റാഫിംഗ് ആൻഡ് അണ്ടർ സ്റ്റാഫിംഗ്. HR പ്ലാനിങ് പ്രധാനമായിട്ട് നമ്മൾ നടത്തുന്നത് ഓവർ സ്റ്റാഫിംഗ് ദെൻ അണ്ടർ സ്റ്റാഫിംഗ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഓഫ് ലേബർ മിനിമൈസ് ചെയ്യുക, ദർബൈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ ദിസ് പർപ്പസ് എ സ്റ്റോക്ക് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മസ്റ്റ് ബി അസർട്ടൈൻഡ് ആൻഡ് കപ്റ്റ്. Manpower inventory refers to the assessment of present and potential capability of employees qualitatively and quantitatively. Manpower inventory refers to the assessment of present and potential capability of employees. ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി മാത്രമല്ല ക്വാളിറ്റേറ്റീവ്ലിയും കൂടിയാണ് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ പ്ലാനിങ് പ്രധാനമായിട്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ഓവർ സ്റ്റാഫിംഗ് ആൻഡ് അണ്ടർ സ്റ്റാഫിംഗ്. നെക്സ്റ്റ് രണ്ടാമത്തത് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. Human resource requirements are forecasted on the basis of production, sales budget, workload analysis, labor turnover, absenteeism, idle time, etc. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സുകളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ദി എക്സ്പെക്റ്റഡ് ട്രാൻസ്ഫേഴ്സ്, പ്രൊമോഷൻ, റിട്ടയർമെൻറ്റ് and other forms of natural wastages, etc. will also be considered while forecasting manpower requirements. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കൂടി ആബ്സെൻറ്റീസം, ടേൺ ഓവർ, ഐഡിൽ ടൈം എന്നീ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യുന്നതായിരിക്കും മാൻ പവർ റിക്വയർമെൻറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്സ്. The planners prepare different types of chart to project manpower requirement. റിക്വയർമെൻറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പ്ലാനേഴ്സ് എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഡിഫറെൻറ്റ് മോഡൽസിൽ ചാർട്ട് എക്സിബിറ്റ് ചെയ്യുന്നതായിരിക്കും. ദി ചാർട്ട് വിൽ ഷോ who will be promoted to the coming years, what are the number of vacancies, who will retire in the coming years, etc. It will also show the age and number of men and women, etc. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യും. പ്രധാനമായിട്ട് എക്സ്പെക്റ്റഡ് വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമാവാൻ ആ ചാർട്ട് പ്രിപ്പറേഷൻ സഹായിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ്. Manpower plan must be prepared for a short period or for a long period. A short range plan take care of immediate requirement and the supply of manpower and executive development schemes. ഇപ്പോൾ മാൻ പവർ പ്ലാൻ രണ്ട് സമയപരിധിയിലേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഷോർട്ട് ടേം പീരീഡിലേക്കും ലോങ് ടേം പീരീഡിലേക്കും. ഷോർട്ട് റേഞ്ച് മാൻ പവർ പ്ലാൻ ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് സ്കീംസും ഒക്കെ അതിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണ് എന്ന് ഓർത്ത് വെക്കുക. ഓൺ ദി അതർ ഹാൻഡ്, ദി ലോങ് റേഞ്ച് പ്ലാൻ പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് expected change in corporate structure, business environment, personal policies, and demand and supply of qualified personnel, etc. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ്, കാതലായ ബിസിനസ്സിൻ്റെ മാറ്റം അല്ലേ, ഇന്നോവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ തന്നെ മോഡേണൈസേഷൻ, അത്തരത്തിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്, personal policies, then overall demand and supply situations, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സുകൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ലോങ് റേഞ്ച് മാൻ പവർ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ലാസ്റ്റ് പ്രോസസ്, എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. These include the steps like recruitment, selection, placement, performance appraisal, transfer, and promotion. എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം മീൻസ് ഹയർ ചെയ്യുക, എംപ്ലോയീസിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഇതിന് അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക, അവർക്ക് സാലറി കൊടുക്കുക, അവർക്ക് പിന്നെ പ്രൊമോഷൻ കൊടുക്കുക,
ഇതൊക്കെയാണ് പിന്നെ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൽ ഇൻവോൾവ്ഡ് ആകുന്നത്. അപ്പോൾ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്, ദെൻ പ്ലേസ് ചെയ്യണം, ദെൻ അവർ ഇവാലുവേറ്റ് ചെയ്യാൻ പെർഫോമൻസ് അപ്രൈസൽ, ദെൻ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻസ്, അവർ എന്താണ് അവർ നെക്സ്റ്റ് പൊസിഷനിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പ്രൊമോഷനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഇതാണ് അവസാനത്തെ സ്റ്റെപ്സ്. അപ്പോൾ ഇതാണ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. പ്രധാനമായിട്ടുള്ള 5 സ്റ്റെപ്സുകളാണ് ഇതിനുള്ളത്. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഫസ്റ്റ് ലിമിറ്റേഷൻ, ഇനാക്യുറസി. ഇനാക്യുറസി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ഫോർകാസ്റ്റിംഗ് the demand and supply of human resources. Forecasting the demand and supply of human resources, therefore it cannot be 100% accurate process. അപ്പോൾ നമ്മളൊക്കെ ഫോർകാസ്റ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന പ്രോസസ്സുകൾ 100% കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് രണ്ടാമത്, റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസ് ഫീൽ ദാറ്റ് മാൻ പവർ പ്ലാനിങ് വിൽ ഇൻക്രീസ് ദെയർ വർക്ക് ലോഡ്. അല്ലേ, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായും അതിനെതിരെ റെസിസ്റ്റൻസ് പ്രകടിപ്പിക്കും. അത് സ്വാഭാവികമാണ്. നെക്സ്റ്റ് മൂന്നാമത്തത്, കൺസ്ട്രെയിൻറ്റ്. എ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ലൈക്ക് ലേബർ ആബ്സെൻറ്റീസം, ലേബർ ടേൺ ഓവർ, technological changes, market fluctuations, etc. will create problem in manpower planning. Manpower planning എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, predictions ആണ്. ഈ predictionsനെ ഒരുപാട് കൺസ്ട്രെയിൻറ്റുകൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് ഡിഫിക്കൽട്ടി ആയിട്ട് മാറ്റും. ടെക്നോളജിക്കൽ ചേഞ്ചസ്, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്, ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കൺസ്ട്രെയിൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഇൻഎഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. മറ്റൊരു പ്രധാന പോയിൻ്റാണ് ഇൻഎഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. അല്ല, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ പല ഇൻഡസ്ട്രീസും ഇന്ത്യയിൽ അല്ലെങ്കിൽ പല ബിസിനസ് ഓർഗനൈസേഷനും ആക്യുറേറ്റ് ആയിട്ടുള്ള മാൻ പവർ ഇൻഫർമേഷൻ സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് മാനേജേഴ്സ്. Non-involvement of top-level managers means manpower planning becomes difficult if the top-level management is not supporting it. Top-level managementൻ്റെ വളരെ അനുകൂലമായിട്ടുള്ള സപ്പോർട്ടും ഇടപെടലും ഇല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് will not succeed at all. Next, time-consuming process. It is a time-consuming and expensive process. A good deal of time and cost are involved in data collection and forecasting. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് എന്നുള്ള പറയാനുള്ള കാരണം ഇവിടെ ഒരുപാട് ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനൊരുപാട് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്, ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇപ്പോൾ HR പ്ലാനിങ്ങിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ് ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ടോപ്പിക്കായിരുന്നു ഇന്ന്. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. പ്രോസസ്സിൽ 5 സ്റ്റെപ്സ് ആണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻ്ററി, ദെൻ ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്, then preparation of manpower charts, preparation of manpower plans, then employment programs. Then limitations are inaccuracy, resistance of employees, constraints, inefficient the human resource information system, non-involvement of top-level managers, time-consuming process. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.